കേരളത്തിൻ്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ കുതന്ത്രങ്ങൾക്കുള്ള മറുപടിയാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് അതിവേഗതയിൽ പ്രവർത്തനം നടന്നു വരുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത. കേരളത്തിൻ്റെ വികസനം തന്നെ തകർക്കുന്നതിന് നേതൃത്വം കൊടുക്കുന്നവർ നിയമസഭയുടെ നടത്തിപ്പ് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തടസ്സം നിൽക്കുന്ന രീതിയിൽ ജനാധിപത്യത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ, ചോദ്യം ഇതാണ്: തുരങ്കപാത യാഥാർത്ഥ്യമാക്കുന്നതോടെ എന്തൊക്കെ മാറ്റങ്ങളാണ് കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത്? അത് വിലയിരുത്തിയിട്ടുണ്ടോ? അതിനനുസരിച്ച് ആ മേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും? സാർ, ഈ കോഴിക്കോട് വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാക്കുന്നതോടുകൂടി വളരെ വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങൾ സാർ ഈ മേഖലയിൽ യാഥാർത്ഥ്യമാകും. സാർ ഇതിന്റെ ഗുണഫലം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കാണ് സാർ. തീർച്ചയായിട്ടും ആത്യന്തികമായി പ്രഥമമായി ജനങ്ങൾക്കാണ് ഇതിന്റെ ഗുണഫലം ലഭിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടുള്ള വികസന പദ്ധതികൾ, ഇപ്പോൾ റോഡ് വികസനങ്ങളൊക്കെ, ഇതുമായിട്ട് കണക്റ്റഡ് ആകുന്ന റോഡുകൾ, ആ മേഖലയിലുള്ള മറ്റു റോഡുകളുടെ വികസനമൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഇപ്പോൾ കിഫ്ബി പദ്ധതികൾക്കൊപ്പം മറ്റു പദ്ധതികളിൽ കൂടി ഇത് ഉൾപ്പെടുത്തി സമീപ റോഡുകൾ ഉൾപ്പെടെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാർ ശ്രമിക്കുന്നത്. ഈ ഒരു പാത യാഥാർത്ഥ്യമാകുന്നതോടുകൂടി സാർ സാമ്പത്തിക രംഗത്ത് വയനാട് തുരങ്കപാത വലിയ ഉണർവാണ് സൃഷ്ടിക്കാനായിട്ട് പോകുന്നത്. കൃഷി ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് കാപ്പി, കുരുമുളക്, ഏലം തുടങ്ങിയവ വിപണികളിലേക്ക് വേഗത്തിൽ എത്തിക്കാൻ കഴിയും. ഗതാഗത ചെലവ് കുറയും. കർഷകർക്ക് മികച്ച വില ലഭിക്കും. ഇതുകൂടാതെ നിർമ്മാണ ഘട്ടത്തിലും തുടർന്ന് അനുബന്ധ ഘട്ടങ്ങളിലും സാർ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും സാർ. അതുകൂടാതെ ഗതാഗതം, റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ വിമാനത്താവളത്തിലേക്കോ ഒക്കെ പോകാൻ വയനാട്ടുകാർ ഇപ്പോൾ താമരശ്ശേരി ചുരത്തെയാണ് ആശ്രയിക്കുന്നത്. വാഹനാപകടങ്ങളും സാങ്കേതിക തകരാർ, എത്ര മണിക്കൂറാണ് സാർ ചുരത്തിൽ നഷ്ടപ്പെടുന്നത്? എത്ര മണിക്കൂറുകൾ സാർ? അതുകൊണ്ട് അത്തരത്തിലുള്ള ഗതാഗത കുരുക്കിനൊക്കെ അത് പരിഹാരമാകും. ഇത് കൂടാതെ സാർ ടൂറിസം മേഖലയ്ക്ക് ഈ പദ്ധതി വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഈ വയനാടിന്റെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്നതിന് വർഷം മുഴുവൻ സുരക്ഷിതവും തടസ്സരഹിതവുമായ ഗതാഗതം ഉറപ്പാക്കുന്നതിന് ഇതിലൂടെ സാധിക്കുന്നതാണ്. ഹോട്ടൽ, ഹോം സ്റ്റേ, ഗൈഡ് സേവനങ്ങൾ തുടങ്ങിയ മേഖലകൾക്ക് വളർച്ചയുണ്ടാകും. ഇതിലൂടെ പ്രാദേശിക ജനങ്ങളുടെ വരുമാനമാണ് സാർ ആത്യന്തികമായിട്ട് വർദ്ധിക്കുന്നത്. അപ്പോൾ എല്ലാ തലത്തിലും സാർ വലിയ വികസനത്തിന് ഈ താമരശ്ശേരി ചുരത്തിലൂടെ സഞ്ചരിക്കാതെ വയനാട്, കോഴിക്കോട് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട തുരങ്കപാത കൊച്ചിയും ബാംഗ്ലൂരും തമ്മിലുള്ള യാത്രാക്ലേശവും സാർ വലിയ രീതിയിൽ പരിഹരിക്കും. സംസ്ഥാനത്തെ മുഴുവൻ ഗുണപരമായി ബാധിക്കുന്ന ഒരു പ്രോജക്റ്റാണ് സാർ ഇത്.